ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഇനി വിശുദ്ധ പദവിയിലേക്ക്. വാർത്ത കാണാം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി. ഹർജിയിൽ വിധി പിന്നീട്. ബൈക്കിലെത്തി മാലമോഷണം പതിവാക്കിയ 20-കാരനെ ചാലക്കുടി പോലീസ് പിടികൂടി. പ്രതി പിടിയിലായത് GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം മേയറെ ഉപരോധിച്ചു. കൌൺസിലിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വിശുദ്ധ പദവിയിലേക്കുള്ള വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ആഹ്ലാദ നിറവിൽ മാള കുഴിക്കാട്ടുശ്ശേരിയിലെ ഹോളി ഫാമിലി സന്യാസ സമൂഹം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കരുവന്നൂർ ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജികൾ വിധി പറയാനായി മാറ്റിവെച്ചു. യുവതീ പ്രവേശനം അനുവദിച്ച വിധി പുനഃപരിശോധിക്കരുതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് വിധിയെന്നും അതുകൊണ്ട് വിധി മാറ്റമില്ലാതെ നിലനിർത്തണമെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ ജയദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു. രാവിലെ ആരംഭിച്ച വാദത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹർജിക്കാരുടെ അഭിഭാഷകർക്കാണ് അവസരം നൽകിയത്. 2.5 മണിക്കൂറോളം സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന ഹർജികളിൽ അഭിഭാഷകർ വാദം നടത്തി. ദേവസ്വം ബോർഡ് അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി, ബിന്ദു കനകദുർഗ എന്നിവരുടെ അഭിഭാഷകൻ ഇന്ദിര ജയസിംഗ് എന്നിവർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചും പുനഃപരിശോധനാ ഹർജിയെ എതിർത്തും വാദിച്ചു. 65ഓളം ഹർജികളാണ് യുവതീ പ്രവേശന വിധിയെ എതിർത്ത് കോടതിയിലെത്തിയത്. ഇതിൽ വളരെ കുറച്ച് ഹർജികളിൽ മാത്രം വാദം കേട്ട സുപ്രീം കോടതി അവശേഷിച്ച ഹർജിക്കാരോട് അവരുടെ വാദവും നിലപാടുകളും രേഖാമൂലം എഴുതി തരാനാണ് ആവശ്യപ്പെട്ടത്. കുംഭപൂജകൾക്ക് നട തുറക്കും വരെ വിധി ഉണ്ടാകില്ലെന്നാണ് സൂചന. 3.5 മാസത്തിനുള്ളിൽ 20ഓളം പേരുടെ മാല പൊട്ടിച്ച് നാടിന്റെ ഉറക്കം കെടുത്തിയ 20-കാരൻ ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. കുറ്റിച്ചിറ പണ്ടാരപ്പറമ്പിൽ അമലിനെയാണ് ഡിവൈഎസ്പി CR സന്തോഷിന്റെ കീഴിലുള്ള ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ പകുതിയോടെ ചാലക്കുടി ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപമാണ് അമൽ ആദ്യം മാല പൊട്ടിക്കുന്നത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 69 വയസ്സുള്ള സ്ത്രീയാണ് ആദ്യ ഇര. പിന്നീട് മേലൂർ കൂടപ്പുഴ പരിയാരം കൂവാട്ടുകുന്ന് കടുങ്ങാട് ചാലക്കുടി ലൂസിയ ബാറിന് പുറകുവശം മേച്ചിറ നായരങ്ങാടി പനമ്പള്ളി കോളേജ് റോഡ് തേശ്ശേരി മണ്ണുത്തി മുതലായ സ്ഥലങ്ങളിൽ തുടർച്ചയായി മാലപൊട്ടിക്കൽ നടന്നു. തുടർന്ന് തൃശൂർ റേഞ്ച് IGയുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇരകളെ കണ്ട് വിവരങ്ങൾ ചോദിച്ചതിലും പ്രദേശങ്ങളിൽ ലഭ്യമായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും ഹെൽമറ്റ് ധരിച്ച് ആധുനിക ബൈക്കിലെത്തിയ ആളാണ് മാല പൊട്ടിക്കുന്നത് എന്ന് വ്യക്തമായി. മേലൂരിൽ മാല പൊട്ടിച്ചതോടെയാണ് വാഹനം യമഹ FZ ആണെന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ വാഹനത്തിന്റെ നമ്പർ മറച്ച നിലയിലായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അവസാനം 18ഓളം വാഹനങ്ങളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. സംശയത്തിന്റെ നിഴലിൽപ്പെടാത്ത 10 വാഹനങ്ങളെ ഒഴിവാക്കി. ബാക്കി 8ഓളം ബൈക്കുകളിലേക്ക് രഹസ്യാന്വേഷണം ചുരുക്കി. വിവിധ ജില്ലകളിലായുള്ള ഈ 8 വാഹനങ്ങളെ നിരീക്ഷിക്കുക പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം അതിനായി പ്രത്യേക GPS സാങ്കേതികവിദ്യ നിർമ്മിച്ചാണ് പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ചത്. തുടർന്ന് അമലിന്റെ നീക്കങ്ങളും വീടും പരിസരവും നിരീക്ഷിച്ച പോലീസ് സംഘം ഇയാളാണ് പ്രതിയെന്ന് ഉറപ്പുവരുത്തിയാണ് പിടികൂടിയത്. ആദ്യമൊക്കെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിച്ചെങ്കിലും സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടെ ശാസ്ത്രീയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സംഭവസ്ഥലങ്ങളിലും സ്വർണം പണയം വെച്ച സ്ഥാപനങ്ങളിലും വിൽപ്പന നടത്തിയ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ച മാലകൾ വിറ്റും പണയം വെച്ചും കിട്ടിയ പണം ധൂർത്തടിച്ച് കളയുകയായിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചാലക്കുടി CI മാത്യു J, SI VS വത്സകുമാർ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനുമോൻ തച്ചേത്ത, CA ജോബ്, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, റെജി AU, ബിനു MJ, ഷീജോ തോമസ് എന്നിവരും ഉണ്ടായിരുന്നു. TCV ചാലക്കുടി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം മേയറെ ഉപരോധിച്ചു. കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാതെ എടുത്ത അജണ്ടകളുടെ തീരുമാനങ്ങളും മിനിറ്റ്സും റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജനുവരി 10-ന് വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 6 അജണ്ടകൾ പാസാക്കി മേയർ യോഗം പിരിച്ചുവിടുകയായിരുന്നു. ജനുവരി 22-ന് യോഗം ചേർന്നെങ്കിലും പ്രതിപക്ഷ സമരത്തെ തുടർന്ന് അന്നും ചർച്ച ചെയ്യാനാകാതെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
ഈ അജണ്ടകൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ കത്തിനെ തുടർന്ന് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗമാണ് സമരത്തെ തുടർന്ന് അലങ്കോലമായി മാറിയത്. യോഗത്തിനുള്ള മുഴുവൻ അജണ്ടകളുടെ മിനിറ്റ്സ് ചർച്ച ചെയ്യാതെ മുൻകൂട്ടി വിതരണം ചെയ്ത നടപടി ജനാധിപത്യ ധ്വംസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ പറഞ്ഞു. നിയമലംഘനം നടത്താനും അനധികൃതമായി അജണ്ടകൾ ഏകപക്ഷീയമായി പാസാക്കാനുമാണ് കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതെന്നും ഒരു അജണ്ട പോലും വായിക്കാതെ പാസാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയേൽ പറഞ്ഞു. ക്രമം വിട്ട് അജണ്ടകൾ പാസാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൗൺസിൽ യോഗങ്ങൾ ബഹിഷ്കരിച്ച് സമരം നടത്തുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും തീരുമാനങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷം മേയറെ ഉപരോധിക്കുകയായിരുന്നു. എന്നാൽ അജണ്ടകളിലെ തീരുമാനങ്ങൾ റദ്ദു ചെയ്യാൻ കഴിയില്ലെന്നും 3 മാസം കഴിയാതെ പരിഗണിക്കാനാകില്ലെന്നും മേയർ അജിത വിജയൻ വ്യക്തമാക്കി. പ്ലാനും സ്കെച്ചും ഇല്ലാതെയും സർവേ നമ്പർ ഇല്ലാതെയും ആരുടെ ഭൂമി എന്ന് അറിയാതെയും റിക്രിയേഷൻ സെന്റർ നിർമ്മിക്കാൻ അനുമതി നൽകിയതും മാലിന്യ നീക്കത്തിന്റെ പേരിൽ കരാറുകാരന് അഴിമതിക്ക് അവസരമൊരുക്കിയതും അംഗീകരിക്കാനാകില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. താനറിയാതെ തന്റെ റൂമിലെ ഷെൽഫിൽ നിന്ന് രജിസ്റ്റർ മോഷ്ടിച്ചതിന് ഭരണപക്ഷത്തിനെതിരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരാതി കൊടുത്തത് അഴിമതിക്ക് തെളിവാണെന്നും A. പ്രസാദ് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിലും പ്രതിപക്ഷം മേയറെ ഉപരോധിച്ചു. ചർച്ച നടത്താൻ അനുവദിക്കാതെ കൗൺസിൽ യോഗങ്ങളെല്ലാം പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തുകയാണെന്ന ഭരണപക്ഷത്തെ MN ശശീധരൻ അവതരിപ്പിച്ച പ്രമേയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. തുടർന്ന് നടുത്തളത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അജണ്ടകൾ വായിക്കാൻ മേയർ നിർദ്ദേശിച്ചെങ്കിലും ജോൺ ഡാനിയേൽ ഇത് പിടിച്ചുവാങ്ങുകയായിരുന്നു. തുടർന്ന് അജണ്ടകൾ വായിക്കാതെ ഇതെല്ലാം പാസാക്കിയതായി അറിയിച്ച് മേയർ യോഗം പിരിച്ചുവിടുകയായിരുന്നു. അതേസമയം അജണ്ടകളിലെ ചർച്ചയ്ക്കായി പ്രത്യേക കൗൺസിൽ യോഗം ഇനിയും വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കത്ത് നൽകി. TCV ന്യൂസ്, തൃശൂർ. വിശുദ്ധ പദവിയിലേക്കുള്ള വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന്റെ ആഹ്ലാദ നിറവിലാണ് മാള കുഴിക്കാട്ടുശ്ശേരിയിലെ ഹോളി ഫാമിലി സന്യാസ സമൂഹം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിലുള്ള അത്ഭുത രോഗശാന്തി കർദിനാൾമാരുടെ സമിതി സ്ഥിരീകരിച്ചതോടെയാണ് വിശുദ്ധ പദവിയിലേക്കുള്ള സുപ്രധാന കടമ്പ പൂർത്തീകരിച്ചത്. വിശുദ്ധയായി നാമകരണം ചെയ്യുന്നതിന് മുന്നോടിയായുള്ള സുപ്രധാന നടപടിക്രമമാണിത്. വിശുദ്ധയായി നാമകരണം ചെയ്യുന്നത് സംബന്ധിച്ച നടപടികൾ പൂർത്തീകരിച്ചതോടെ ഡിക്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെക്കുന്ന ചടങ്ങാണ് ഇനി ബാക്കി. ഈ നടപടി കൂടി പൂർത്തീകരിച്ചാൽ നാമകരണ തീയതി വൈകാതെ പ്രഖ്യാപിക്കും. തൃശൂർ പെരിഞ്ചേരിയിൽ ചൂണ്ടാൽ ജോഷിയുടെയും ഷിബിയുടെയും മകനായ ക്രിസ്റ്റഫറിന്റെ അത്ഭുത രോഗശാന്തിയാണ് ദൈവജ്ഞരുടെ സമിതി സ്ഥിരീകരിച്ചത്. ജന്മന രോഗാവസ്ഥയിലായ ക്രിസ്റ്റഫറിന്റെ ഹൃദയത്തിലെയും ശ്വാസകോശത്തിലെയും അസുഖം ഭേദപ്പെട്ടത് അത്ഭുതമാണെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തൃശൂർ മാള പുത്തഞ്ചിറയിൽ ചിറമൽ മങ്കിടിയാൻ തോമയുടെയും താണ്ടയുടെയും മകളായി 1870 ഏപ്രിൽ 26 മറിയം ത്രേസ്യയുടെ ജനനം. 1914 മെയ് 14 പുത്തഞ്ചിറയിൽ മറിയം ത്രേസ്യ സ്ഥാപിച്ചതാണ് ഹോളി ഫാമിലി സന്യാസ സമൂഹം. 1926 ജൂൺ 8 മറിയം ത്രേസ്യ മരിച്ചു. 2000 ഏപ്രിൽ 9 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട എവുപ്രസമയ്ക്ക് പുറകെ ജില്ലയിൽ നിന്ന് മറ്റൊരു സന്യാസിനി കൂടി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ ആഹ്ലാദത്തിലാണ് പുത്തഞ്ചിറയിലെയും കുഴിക്കാട്ടുശ്ശേരിയിലെയും ഹോളി ഫാമിലി സന്യാസ സമൂഹം. തിരുസഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണിത്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക എന്ന നിലയിൽ മക്കളായ ഞങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് ഉള്ള എല്ലാ നടപടികളും തന്നെ പൂർത്തിയായി. വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിൽ നിന്ന് വിശുദ്ധ എന്ന പദവിയിലേക്ക് ഒരു അത്ഭുതമാണ്, അതും മേജർ മിറക്കിൾ ലഭിക്കണമെന്നുള്ളതാണ് നിയമം. 2009 ഏപ്രിൽ 9 അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അത്ഭുതം നടന്നത്. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെയാണ് അവർ തങ്ങളുടെ അമ്മ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ വാർത്തയെ വരവേറ്റത്. TCV ന്യൂസ്, തൃശൂർ. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് തങ്ങളുടെ മകൻ ക്രിസ്റ്റഫറിന്റെ അത്ഭുത രോഗശാന്തി നിയോഗമായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പെരിഞ്ചേരി ചൂണ്ടൽ വീട്ടിൽ ജോഷിയും ഷിബിയും. ക്രിസ്റ്റഫറിനുണ്ടായ അത്ഭുത രോഗശാന്തി കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ നിയോഗിച്ച ദൈവജ്ഞരുടെ സമിതി സ്ഥിരീകരിച്ചത്. ഇതോടെ മറിയം ത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ സുപ്രധാന നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്റ്റഫറിന് ജന്മനാൽ ഉണ്ടായ ഹൃദയത്തിലെയും ശ്വാസകോശത്തിലെയും അസുഖമാണ് മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ സുഖപ്പെട്ടത്.
അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന രോഗാവസ്ഥ സുഖപ്പെട്ടതായി നേരത്തെ മെഡിക്കൽ വിദഗ്ധർ സ്ഥിരീകരിച്ചിരുന്നു. മെഡിക്കൽ രേഖകളും മറ്റ് വിശദാംശങ്ങളും പരിശോധിച്ച വത്തിക്കാൻ നിയോഗിച്ച സമിതി ഇക്കാര്യം സ്ഥിരീകരിച്ചത് അഭിമാന മുഹൂർത്തമാണെന്ന് ക്രിസ്റ്റഫറിന്റെ മാതാപിതാക്കളായ ജോഷിയും ഷിബിയും വ്യക്തമാക്കി. മോന് ഹാർട്ടിന് 3 ഹോളുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ലങ്സ് ചുരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം മറിയദ്രസ്യമ്മയുടെ തിരുശേഷിപ്പ് വെച്ച് പ്രാർത്ഥിച്ച് ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരുന്നൊന്നും എടുത്തിരുന്നില്ല. ICUലായിരിക്കുമ്പോൾ ഈ തിരുശേഷിപ്പ് വെച്ചതിന് ശേഷമാണ് വേഗം മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ മറിയദ്രസ്യമ്മയുടെ കാര്യത്തിന് ഒരു നാമകരണത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോൻ്റെ കാര്യം ഒരു കാരണമായി തീർന്നതിൽ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒന്ന് നിറവേറിയേക്കണേ. ഞങ്ങളുടെ മകനിലൂടെ ദൈവം ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞങ്ങളുടെ കുടുംബം എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ സാഹചര്യത്തിൽ. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തയിലേക്ക്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കരുവന്നൂർ ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് ചാവക്കാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചാവക്കാട് ഗുരുവായൂർ നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി 2009-ലാണ് കരുവന്നൂർ ശുദ്ധജല പദ്ധതിക്ക് രൂപം നൽകിയത്. 50 കോടിയുടെ പദ്ധതിയിൽ 30 കോടി രൂപ ഗുരുവായൂർ നഗരസഭയും ദേവസ്വം വകുപ്പും 20 കോടി രൂപ ചാവക്കാട് നഗരസഭയുമാണ് നൽകുന്നത്. 23 കിലോമീറ്റർ ദൂരം വലിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വെള്ളം എത്തിക്കുന്നത്. കരുവന്നൂരിൽ നിന്ന് വെള്ളം ഇരിങ്ങാലക്കുടയിലെ പ്ലാന്റിൽ എത്തിച്ച് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ഏങ്ങണ്ടിയൂരിലെ ടാങ്കിൽ എത്തിച്ച് അവിടെ നിന്നാണ് ചാവക്കാട്ടേക്കും ഗുരുവായൂരിലേക്കും വെള്ളം എത്തുന്നത്. ഇതിനായുള്ള പൈപ്പുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. 2009-ൽ ആരംഭിച്ച പ്രവർത്തനം കരാറുകാരൻ നിർത്തിവെച്ച് പോയതിനെ തുടർന്നും പൈപ്പുകൾ ലഭ്യമാകാത്തതിനെ തുടർന്നും ദേശീയപാത അനുമതി ലഭ്യമാകാത്തതിനാലും നീണ്ടുപോവുകയായിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചാവക്കാട് ഗുരുവായൂർ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമാകും. TCV ചാവക്കാട്. മാപ്രാളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മൂർക്കനാട് സ്വദേശി ചിറയിൽ മനോഹരന്റെ ഭാര്യ 52 വയസ്സുള്ള മിനിയാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മിനി തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിനായി പുതിയ ബൈലോ രൂപീകരിക്കാൻ നടപടികൾ ആരംഭിച്ചു. നിലവിൽ 30% വരുന്ന വൈദ്യുതി നഷ്ടം നികത്തുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം നൽകുന്നതിനുമാണ് വ്യക്തമായ ബൈലോ കൊണ്ടുവരുന്നതെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. പ്രസരണ നഷ്ടം ഉൾപ്പെടെ 8% കൊണ്ടുവരാനാണ് നടപടിയെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് കരട് ബൈലോ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു. ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും ചർച്ചയ്ക്ക് ശേഷം വ്യക്തമായ നിയമമുണ്ടാക്കാൻ സർക്കാരിനെ സമീപിക്കും. KSEBയുടെ മാനദണ്ഡങ്ങളുമായി ചേർന്ന് പോകുന്ന ബൈലോയാണ് രൂപീകരിക്കുക. സംസ്ഥാനത്ത് വൈദ്യുതിയും വെള്ളവും സ്വന്തം നിലയിൽ വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. പറപ്പൂർ പോന്നൂരിൽ തെങ്ങിൽ നിന്ന് വീണ് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. പോന്നൂർ സ്വദേശി പനന്തോട്ടത്തിൽ 55 വയസ്സുള്ള തങ്കച്ചനാണ് മരിച്ചത്. തെങ്ങിൽ നിന്നും വീണ തങ്കച്ചനെ പറപ്പൂർ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളത്ത് സംഘടിപ്പിച്ച ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് പെരുമ്പിലാവിൽ പ്രൗഢോജ്വല സമാപനം. ജനപ്രതിനിധികൾ, കലാസാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
AV സുമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന അധ്യക്ഷയായി. കോളേജ് വിദ്യാർത്ഥികളെയും ആശാവർക്കർമാരുടെയും സ്കിറ്റുകൾ, നാടൻ പാട്ടുകൾ, നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി. സമൂഹ ചിത്രരചന, സമീകൃത ആഹാര പ്രദർശനം, വിദ്യാർത്ഥികളെ ഫ്ലാഷ് മോബ്, സ്പോർട് ക്വിസ്, എക്സിബിഷൻ, കിടപ്പിലായവരുടെ ഉപജീവന സ്വയം തൊഴിൽ, ഉൽപ്പന്ന പ്രദർശനം, ആരോഗ്യ ഹ്രസ്വ സന്ദേശങ്ങൾ പകർത്തൽ, തൊഴിലാളികളുടെ രക്തപരിശോധന, ജീവിതശൈലി രോഗനിർണയം എന്നിവയും ഉണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഡെപ്യൂട്ടി DMO VK മിനി, ശശി, PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത പരിപാലനത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം പകർന്ന് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുമോദനം. മറ്റത്തു സെന്റ് ജോസഫ് UP സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്വച്ഛ് ഭാരത് എന്ന ഷോർട്ട് ഫിലിമിനാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹരായത്. സപ്തതിയുടെ നിറവിലുള്ള മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ 5, 6, 7 ക്ലാസുകളിലെ ഏതാനും വിദ്യാർത്ഥികൾ ചേർന്നാണ് 9 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം ഒരുക്കിയത്. സംസ്കൃത ഭാഷയിൽ നിർമ്മിച്ച ലഘു സിനിമയിലൂടെ നാടും വീടും വിദ്യാലയവും ഒരുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നും പരിസര മലിനീകരണം ഇല്ലാതാക്കി ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കണമെന്നുമുള്ള സന്ദേശമാണ് തങ്ങൾ സമൂഹത്തിന് നൽകിയതെന്ന് ചിത്രത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് പറയാനുള്ളത്, മാലിന്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. വീട്ടിൽ തന്നെ മാലിന്യങ്ങൾ സംസാരിക്കണം, നമ്മളത് പുറത്തൊന്നും പോയി കളയാനൊന്നും പാടില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ നശിപ്പിക്കാതിരിക്കുക. ക്യാമറയുടെ മുന്നിലും പുറകിലും പ്രവർത്തിച്ചത് വിദ്യാർത്ഥികൾ തന്നെയാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മഞ്ഞളി, പ്രധാനാധ്യാപിക TCP ആന്റണി, സംസ്കൃതം അധ്യാപകൻ ഗോകുലകൃഷ്ണൻ എന്നിവരുടെ പിന്തുണയോടെയാണ് ഈ കുരുന്ന് പ്രതിഭകൾ ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിന് ഇറങ്ങിയത്. ആശയവും തിരക്കഥയും വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കിയതെന്ന് പ്രധാനാധ്യാപിക TCP ആന്റണി പറഞ്ഞു. സംസ്കൃതം അധ്യാപകൻ ശ്രീ ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ സ്വച്ഛ് ഭാരത് എന്ന പേരുള്ള ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കുകയുണ്ടായി. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യൊപ്പിട്ട അനുമോദന പത്രിക നമ്മുടെ വിദ്യാലയത്തിന് ലഭിക്കുകയുണ്ടായി. ആത്മിക വിൽസൺ, സോൾജി സണ്ണി, അൽന ആൻഡു, ആൻലെറ്റ് മെജോ, EJ സെറീന, അഞ്ചൽ K സുരേഷ്, VS ആയുഷ് എന്നീ വിദ്യാർത്ഥികളാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മേളയിൽ ചിത്രം ശ്രദ്ധ നേടിയിരുന്നതായി സംസ്കൃത അധ്യാപകൻ ഗോകുലകൃഷ്ണൻ പറഞ്ഞു. നല്ലൊരു ഷോർട്ട് ഫിലിം വിദ്യാലയത്തിലെ കുട്ടികൾ തന്നെ ഷൂട്ട് ചെയ്ത് അവർ തന്നെ അതിനെ സ്ക്രിപ്റ്റും അതിനുള്ള എല്ലാം അവർ തന്നെയായിരുന്നു. അതിൻ്റെ എല്ലാ ആദ്യാന്തങ്ങൾ എല്ലാം അവർ തന്നെ നിർവഹിച്ച് നല്ലൊരു 10 മിനിറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. ഇതിൽ പ്രത്യേകത വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഈ ഷോർട്ട് ഫിലിമിൽ പങ്കെടുത്തത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ അധികൃതർക്ക് ചിത്രം അയച്ചു കൊടുത്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ അനുമോദന കത്ത് പ്രധാനാധ്യാപിക TCP ആന്റണിയുടെ പേരിൽ സ്കൂളിൽ എത്തിയത്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ശുചിത്വമുള്ള രാജ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ നടപ്പാക്കിയതെന്നും മറ്റത്തൂർ സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ സംതൃപ്തിയുള്ളതായും പ്രധാനമന്ത്രി അനുമോദന കത്തിൽ പറയുന്നു. TCV ന്യൂസ്, കൊടകര. സ്വാതന്ത്ര്യത്തിനായി ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് മഹാത്മാഗാന്ധി രാമായണ കഥയെ ഉപയോഗിച്ചതെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ BJP രാമായണത്തെ ഉപയോഗിക്കുന്നതെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ദേശീയ പുസ്തകോത്സവത്തിൽ ചിന്താവിഷ്ടയായ സീത ശതാബ്ദി പ്രഭാഷണത്തിൽ കുമാരനാശാനും സീതാകാവ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജി ഉള്ളിടത്തോളം കാലം രാമനെ പൂർണ്ണമായും സ്വന്തമാക്കാൻ ഹിന്ദുമത വർഗീയവാദികൾക്ക് കഴിയില്ല. ഇക്കാരണത്താലാണ് ഗാന്ധിയെ വീണ്ടും വെടിവെക്കുന്നത്. ഇതുവഴി പരമമായ ത്യാഗം ചെയ്ത രാമനെ തന്നെയാണ് ഇക്കൂട്ടർ വീണ്ടും കൊല്ലുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുരാവൃത്തത്തിന്റെ ശക്തി ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരാണ് നല്ലവണ്ണം മനസ്സിലാക്കിയത്. എന്നാൽ കേരളത്തിലെ പുരോഗമനവാദികൾ ഇതിനെ തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ അപ്പോഴും കുമാരനാശാൻ രാമായണത്തെ ഉൾക്കൊണ്ടിരുന്നുവെന്നും ചുള്ളിക്കാട് കൂട്ടിച്ചേർത്തു. പ്രൊഫസർ കാവുമ്പായി ബാലകൃഷ്ണൻ, കടങ്കോട് പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ചിന്താവിഷ്ടയായ സീതയെ അടിസ്ഥാനമാക്കിയുള്ള ചെന്നൈ ലാവണ്യ അനന്തിന്റെ ഭരതനാട്യ കച്ചേരിയും അരങ്ങേറി. ഇടവേള.
നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ നഗരസഭ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇനി ശാസ്ത്ര മ്യൂസിയം. ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ചാപ്പാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് പകരമാണ് 3 കോടി രൂപ ചെലവിൽ ശാസ്ത്ര മ്യൂസിയം സ്ഥാപിക്കുന്നത്. ശാസ്ത്ര മ്യൂസിയത്തിന് ആവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മ്യൂസിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കായി കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്താൻ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ആധുനിക സംവിധാനങ്ങളോട് കൂടിയ മ്യൂസിയമാണ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപകരിക്കുന്ന വിധത്തിലാണ് മ്യൂസിയം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ പറഞ്ഞു. 2019-20 വർഷത്തേക്ക് വളരെ ബൃഹത്തായ നമ്മുടെ നാടിന് അഭിമാനകരമായ രീതിയിൽ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ വാന നിരീക്ഷണ കേന്ദ്രം, നക്ഷത്ര നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ വളരെ വിശാലമായ ഒരു ശാസ്ത്ര കേന്ദ്രമായി അതിനെ മാറ്റാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ 3 കോടി രൂപ നീക്കി വെച്ചതിൽ ഞങ്ങളുടെ കൗൺസിലിനുള്ള അഗീതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അഡ്വക്കേറ്റ് BR സുനിൽകുമാറും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ മാലിന്യം സംസ്കരിക്കുന്ന കേന്ദ്രമായിരുന്നു ചാപ്പാറയിലേത്. യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് വേർതിരിക്കുകയും ജൈവമാലിന്യം വളമാക്കുകയും ചെയ്യുന്ന പ്ലാന്റാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ തുടർന്ന് നാട്ടുകാർ മാസങ്ങളോളം നീണ്ട സമരം നടത്തിയതോടെ നഗരസഭാ അധികൃതർ പ്ലാന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. പുതിയ തീരുമാനം നഗരസഭയ്ക്കും നാട്ടുകാർക്കും ഒരുപോലെ ആശ്വാസം പകരുന്നതാണ്. TCV കൊടുങ്ങല്ലൂർ. എറവ സ്കൂളിന് സമീപം ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. കുന്നത്തങ്ങാടി വെളുത്തൂർ തൈവളപ്പിൽ വീട്ടിൽ ആഷിഖിനാണ് പരിക്കേറ്റത്. വാഹന പരിശോധനയ്ക്കായി നിർത്തിയിരുന്ന പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ബൈക്ക് എതിർദിശയിലേക്ക് ഓടിക്കുകയും തൃശൂരിൽ നിന്ന് ചാവക്കാട്ടേക്ക് പോയിരുന്ന ഫീമോൾ എന്ന ബസ്സിൽ ഇടിച്ചു തെറിക്കുകയുമായിരുന്നു. റോഡിൽ ബോധമില്ലാതെ വീണ യുവാവിനെ പോലീസ് ജീപ്പിൽ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എരുമപ്പെട്ടിയിൽ ബസ് യാത്രക്കിടയിൽ വയോധികയുടെ മാല കവർന്നു. ചാവക്കാട് ഏനാമാവ് പെരുമാട്ടിൽ റോസിയുടെ 3 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. രാവിലെ 10 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി മണ്ടംപറമ്പിലുള്ള ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്നു ഇവർ. സ്ഥലം തെറ്റി മങ്ങാട് സെൻട്രൽ ബസ് ഇറങ്ങിയ ഇവർ തിരികെ മറ്റൊരു ബസ്സിൽ എരുമപ്പെട്ടിയിലേക്ക് വരുന്നതിനിടയിലാണ് മോഷണം നടന്നത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട DIGയുടെ നേതൃത്വത്തിൽ നടന്ന വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി. തുടർ നടപടികൾക്കായി ജയിൽ DGPക്ക് റിപ്പോർട്ട് കൈമാറി. കൊലപാതക കേസിലെ പ്രതി എറണാകുളം പുത്തൻകുരിശ് സ്വദേശി രഞ്ജനാണ് കഴിഞ്ഞ ഞായറാഴ്ച രക്ഷപ്പെട്ടത്. ജയിൽ ചാടിയ തടവുകാരനെ കണ്ടെത്തുന്നതിനായി പോലീസും ജയിൽ അധികൃതരും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചേറ്റുവ ചുള്ളിപ്പടി ശ്രീ കാർത്യായനി ഭദ്രകാളി ക്ഷേത്രം പുനർനിർമ്മാണത്തിന് പിന്നാലെ ഉത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്ര ചുമരുകൾ അഭിരാമി എന്ന കലാവിദ്യാർത്ഥിനിയുടെ കലാവിരുതിനാൽ അഴകേറിയിരിക്കുകയാണ്. അഭിരാമി വരച്ചെടുത്ത ചുമർ ചിത്രങ്ങൾ ക്ഷേത്ര ചുമരുകളെ സമ്പന്നമാക്കിയിരിക്കുകയാണ്. വാല സമുദായ അംഗമായ ചുള്ളിപ്പടി പുതുവാപ്പറമ്പിൽ സജീവ് രജിത ദമ്പതികളുടെ മകളായ അഭിരാമി തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഉത്സവത്തിനു മുൻപായി പുനർനിർമ്മാണം കഴിഞ്ഞ ക്ഷേത്രത്തിന് പുതുചൈതന്യം നൽകണമെന്ന ചിന്തയാണ് ചുമർ ചിത്രങ്ങൾ എന്ന ആശയത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റിക്കാരെ എത്തിച്ചത്. വരയ്ക്കാൻ താൽപര്യമുള്ള ഒട്ടേറെ കുട്ടികളിൽ നിന്നാണ് അഭിരാമിയെ കമ്മിറ്റിക്കാർ തെരഞ്ഞെടുത്തത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ ചുമർ ചിത്രങ്ങളിൽ അഭിരാമി പരിശീലനം തുടങ്ങിയിരുന്നു. തുടർന്ന് +2 വരെ വാടാനപ്പള്ളി സർഗകലാക്ഷേത്രയിൽ ശ്രീഭദ്രകാളിയും ദുർഗാദേവിയും സരസ്വതി ദേവിയുടെയും രൂപങ്ങൾ അഭിരാമി എന്ന കലാവിദ്യാർത്ഥിനിയിലെ പ്രതിഭ തെളിയിക്കുന്നതാണ്. അക്രിലിക് പെയിന്റിങ്ങിലൂടെ ഇഷ്ടദൈവങ്ങളുടെ ഭാവങ്ങൾക്ക് ജീവനേകാൻ അഭിരാമിക്കായി. ഞാൻ ചെറുപ്പം മുതലേ വരക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനിവിടെ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. ഇവിടെ അമ്പലം ചുമരുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എല്ലാവരോടും കമ്മിറ്റിയിൽ അപേക്ഷയൊക്കെ വെച്ച് പിന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഉത്സവത്തിന് മുന്നേ ഇത് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം പോലെ ബാക്കിയുള്ളത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മ്യൂറൽ പെയിന്റിംഗിൽ നിർബന്ധമായ നീല, പച്ച, മഞ്ഞ, കറുപ്പ്, ചുവപ്പ് എന്നീ 5 നിറങ്ങളാണ് അഭിരാമി വരച്ചെടുക്കുന്ന ദൈവരൂപങ്ങൾക്ക് വശ്യമായ ഭാവം നൽകുന്നത്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ ചിത്രം വര നീണ്ടു നിൽക്കും. മാതാപിതാക്കൾക്കൊപ്പം ഇളയ സഹോദരൻ അഭിനവും
ഭർത്താവ് അഭിജിത്തും നൽകുന്ന പിന്തുണ അഭിരാമിക്കുണ്ട്. ഇതോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിയുടെ നിർലോഭമായ സഹകരണവും. നമ്മളെ എടുത്തു വളർത്തിയ പോലത്തെ ഒരു മോളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ കുട്ടിക്ക് തന്നെ ഇവിടെ വരക്കാൻ ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയതിൽ ക്ഷേത്ര കമ്മിറ്റിക്കും ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ കുട്ടിയോട് കടപ്പാടും സ്നേഹവും ഒരുപാടുണ്ട്. ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യവുമായ പെയിന്റും ബ്രഷുകളുമെല്ലാം അഭിരാമിക്ക് സമ്മാനിച്ചത് മാതൃസഹോദരി ഭർത്താവ് അഭിലാഷ് കടകത്താണ്. ഉത്സവം കഴിയുന്നതോടെ ഇഷ്ടദൈവങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ ക്ഷേത്രത്തിന്റെ മറ്റു ചുമരുകളിലേക്ക് പകർത്താനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് അഭിരാമി എന്ന കലാവിദ്യാർത്ഥിനി. TCV തൃപ്രയാർ. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ഗ്രാമസഭ പ്രസിഡന്റ് പങ്കെടുക്കാത്തതിനാൽ അലങ്കോലപ്പെട്ടതായി പരാതി. ശ്രീമണിയങ്ങാട് നെല്ലിക്കുന്ന് മദ്രസയിലാണ് ഗ്രാമസഭ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. വാർഡ് മെമ്പർ ആമിന സുലൈമാനും കോർഡിനേറ്ററും എത്തിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ പങ്കെടുത്തില്ല. വാർഡ് മെമ്പറും മറ്റ് ജനപ്രതിനിധികളും ഫോണിൽ വിളിച്ച് വരാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും പ്രസിഡന്റ് തയ്യാറായില്ലെന്ന ആക്ഷേപമുണ്ട്. മണിക്കൂറോളം ഇവരെ പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾ പ്രതിഷേധം അറിയിച്ച് മടങ്ങിപ്പോയി. 2ാം വാർഡിൽ വികസനങ്ങൾ നടപ്പിലാക്കുന്നതിലും ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ഭരണസമിതി വിമുഖത കാണിക്കുന്നുവെന്നും ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് ഭയന്നാണ് പ്രസിഡന്റ് ഗ്രാമസഭയിൽ നിന്ന് വിട്ടുനിന്നതെന്നും വാർഡ് മെമ്പർ ആരോപിച്ചു. സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദില്ലി ദർശൻ യാത്രയിൽ പങ്കെടുത്തവരെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ PD പ്രകാശ് ബാബു, ഓൾ ഇന്ത്യ മലയാളി അസോസിയേറ്റ് കോർഡിനേറ്റർ സുമ മുകുന്ദൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി TS മജീദ്, പുഴയ്ക്കൽ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സാജൻ ഇഗ്നീഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും സ്മാർട്ട് വിങ്സും സർവശിക്ഷാ അഭിയാനും ചേർന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദില്ലി ദർശൻ യാത്രയിൽ 10 ഭിന്നശേഷി വിദ്യാർത്ഥികളും 12 രക്ഷിതാക്കളും 4 അധ്യാപകരുമടങ്ങിയ 26 അംഗ സംഘമാണ് പങ്കെടുത്തത്. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. കുറ്റകൃത്യങ്ങളിലെ പുത്തൻ പ്രവണതകൾ എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സെമിനാർ അയ്യന്തോൾ ലയൺസ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ D രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ വത്സല ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജിനി ജോർജ്, ലയൺസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് MH മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. സാഹിത്യ അക്കാദമി ദേശീയ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുത്തരങ്ങ് സാംസ്കാരികോത്സവത്തിൽ പുറത്താക്കപ്പെടലിന്റെ രാഷ്ട്രീയം, അനുഭവങ്ങളും ആവിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. ശ്രീലങ്കൻ തമിഴ് കവി ചേരൻ രുദ്രമൂർത്തി സംവാദം ഉദ്ഘാടനം ചെയ്തു. കവികളായ അനിത തമ്പി, അൻവർ അലി, PN ഗോപികൃഷ്ണൻ, കോർപ്പറേഷൻ കൌൺസിലർ ഗ്രീഷ്മ ജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി ഗോവയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. തൊഴുത്തുപറമ്പിൽ ജോസ് ആണ് മരിച്ചത്. ഗോവയിൽ കാസിനോവിൽ ചൂതാട്ടത്തിൽ പണം നഷ്ടപ്പെട്ട മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുട SI CV ബിബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഗോവയിലെത്തിയിരുന്നു. മൃതദേഹം ഗോവയിലെ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വാണിജ്യം. നട്ട്സ്, ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുടെ ഏറ്റവും വലിയ ശേഖരവുമായി ക്രഞ്ചി നട്ട്സിന്റെ 4ാമത് സംരംഭം ചോക്കോ സ്ട്രീറ്റ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ MG റോഡിൽ കോരപ്പത്ത് ബിൽഡിംഗിൽ ആരംഭിച്ച ചോക്കോ സ്ട്രീറ്റ് മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ML റോസി, കൌൺസിലർമാരായ ശാന്ത അപ്പു, ഷീബ പോൾസൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചോക്കോ സ്ട്രീറ്റ് ഉടമകളായ ബീരാൻകുട്ടി, ഷബീർ, അഹമ്മദ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഒമാൻ, ഇറാൻ, അൾജീരിയ, UAE തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഗുണമേന്മയാർന്ന ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയും ഇമ്പോർട്ടഡ് ആൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിന്റെ ഏറ്റവും സ്വാദിഷ്ടമായ വെറൈറ്റികളും ചോക്കോ സ്ട്രീറ്റിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. എല്ലാ ആഘോഷവേളകൾക്കും കൂടുതൽ മാധുര്യം പകരാൻ പ്രത്യേകം തയ്യാറാക്കിയ സ്പെഷ്യൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ടോഫീസും ചോക്കോ സ്ട്രീറ്റിന്റെ പ്രത്യേകതയാണ്. കൂടാതെ നമ്പർ 1 ക്വാളിറ്റി നട്ട്സുകളും ചോക്കോ സ്ട്രീറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9633 617883.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി. ഹർജിയിൽ വിധി പിന്നീട്. ബൈക്കിലെത്തി മാലമോഷണം പതിവാക്കിയ 20-കാരനെ ചാലക്കുടി പോലീസ് പിടികൂടി. പ്രതി പിടിയിലായത് GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം മേയറെ ഉപരോധിച്ചു. കൌൺസിലിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വിശുദ്ധ പദവിയിലേക്കുള്ള വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ആഹ്ലാദ നിറവിൽ മാള കുഴിക്കാട്ടുശ്ശേരിയിലെ ഹോളി ഫാമിലി സന്യാസ സമൂഹം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കരുവന് ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas.